പഴയങ്ങാടി രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ രഥോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. രഥോത്സവം നടക്കുന്ന വടക്കേ മലബാറിലെ ഏക ക്ഷേത്രമാണ് രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് ഈ വർഷത്തെ രഥോത്സവത്തിന് തുടക്കമായത്. അടുത്തില തിരു ഭഗവതി ക്ഷേത്രം, വയലപ്ര അണിയക്കര പൂമാല ഭഗവതി ക്ഷേത്രം, മുണ്ടയാട്ടമ്പലം ധർമ്മശാസ്ത്ര ക്ഷേത്രം, കുണ്ടം മുത്തപ്പന മടപ്പുര എന്നിവിടങ്ങളിൽ നിന്നാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തിയത്. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. അത് മനുഷ്യജീവിതം ഇല്ലാതാക്കുന്നത് വലിയ പ്രശ്നം അദ്ദേഹം നടക്കും. പക്ഷേ സദസ്സുള്ളവർ ക്ഷമിച്ചിരുന്നു, 3 മണിക്കൂർ കെട്ടിരുന്നു. ഇപ്പം നിർത്തും വിചാരിച്ചു. പക്ഷേ 4ാമത്തെ മണിക്കൂറിലേക്ക് പ്രസംഗം തുടർന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരെല്ലാം പറഞ്ഞു, ഇതിന് കേട്ട യുദ്ധമായിരുന്നു, ഇതുകൊണ്ട് കഴിക്കാറുണ്ട്. അതുകൊണ്ട് പ്രസംഗത്തിന് അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. എന്നാലും ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായി കടന്നുപോകുന്നില്ല. കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് ജേതാവ് ഹരീഷ് മോഹനൻ വിശിഷ്ടാതിഥിയായി. ക്ഷേത്ര വാദ്യകലാ അക്കാദമി പുരസ്കാരം നേടിയ വാദ്യശ്രീ രാമപുരം രാജു, രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം മുതിർന്ന കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ PP മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. KV ബൈജു, P അംബുജാക്ഷൻ, P ബൈജു, സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.